സ്നേഹം നിറഞ്ഞ വികാരിയച്ച, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്,
സിസ്റ്റർ പ്രീതയുടെയും സിസ്റ്റർ ബിന്ദുവിൻ്റെയും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ഇത് വേറിട്ട ഒരു റിട്ടയർമെൻ്റാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ റിട്ടയർമെൻറ്റ് മതിയെന്ന് 2-3 സിസ്റ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമായി നമ്മൾ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. നമ്മുടെ വിദ്യാർത്ഥിയായ വൈദികൻ ദിവ്യബലി മധ്യേ നമ്മളോട് പറഞ്ഞു, അവരുടെ ഉള്ളിൽ ഇപ്പോൾ എന്തുണ്ടോ അത് ഇവർ പകർന്നു കൊടുത്തതാണ്. ഉള്ളിലുള്ളത് മുഴുവനും പകർന്നു കൊടുത്തത് ഇവരാണ്. നമ്മളോട് ഇൻട്രൊഡക്ഷനിൽ കേട്ടു, 32 വർഷമായി ഈ 2 അധ്യാപകരും നമ്മുടെ ഈ LP സ്കൂളിൽ ഈ വിദ്യ കൊടുക്കൽ തുടങ്ങിയിട്ട് 32 വർഷങ്ങൾ. ഒരു തലമുറ, 32 തലമുറകളെ ഇവർ വാർത്തെടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കരാണ്. എനിക്ക് സ്കൂൾ ജീവിതവുമായിട്ട് പഠിച്ച അനുഭവമേ ഉള്ളൂ, പഠിപ്പിച്ച അനുഭവമില്ല. പക്ഷെ ഞാൻ നഴ്സറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നഴ്സറിയിൽ പഠിപ്പിച്ചപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം എത്ര ആഴപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇവർ 32 വർഷങ്ങൾ ഈ കുഞ്ഞുമക്കളോടൊപ്പമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കാഞ്ഞൂര് ഈ ആനിവേഴ്സറി നടക്കുന്ന സമയത്ത് പബ്ലിക് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി പോരാൻ പോവുകയാണ്. അപ്പോൾ ഹെഡ് മിസ്ട്രസ് പിടിച്ചിരുത്തി 2 പ്രോഗ്രാം കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഇരുന്നു, നിർബന്ധിക്കപ്പെട്ട് ഞാനവിടെ മുൻനിരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വേഗം ഒരു ജ്യൂസിൻ്റെ ബോട്ടിലുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അവൾക്ക് എവിടെ നിന്നോ കിട്ടിയതാണ്. അവൾ അതുകൊണ്ടുതന്നെ എൻ്റെ നേരെ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഈ അധ്യാപകരാണ്, നൽകിയവർ ഈ അധ്യാപകരാണ്. വീണ്ടും നമ്മൾ പറയും കുഞ്ഞുങ്ങളുടെ പാഷൻ, ഓരോ കുട്ടിയുടെയും പാഷൻ കണ്ടെത്തി അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ടീച്ചേഴ്സാണ്. ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു കുട്ടി വായനയ്ക്ക് അവൻ മിടുക്കനാണ്, പക്ഷെ അവന് സബ്ജക്റ്റ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ ടീച്ചർ എന്ത് ചെയ്തു, ഇവനെ കൊണ്ട് മറ്റു കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവന് ആദ്യം മടിയായിരുന്നു, പക്ഷെ അവൻ വായിക്കുന്നതിൻ്റെ ടീച്ചറായിട്ട് മാറി. അത് വന്നതോടുകൂടി അവൻ മറ്റേ സബ്ജക്ട്സും നന്നായി മക്കൾ ഏത് സ്കൂൾ വേണമെങ്കിലും പോയിക്കോ, ഇവനെ ഒരു നല്ല കുട്ടിയായി ഒരു നല്ല മനുഷ്യനായിട്ടെ ഞാൻ സ്കൂളിൽ നിന്ന് വിടുകയുള്ളൂ എന്ന്. ഇത് കേട്ട് ഇതുപോലെ പുറകിൽ നിന്ന് ഈ കുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് അവൻ കണ്ണീരൊടുക്കുകയാണ് അവൻ്റെ ടീച്ചറുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ട്. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്, ഈ നീണ്ട 32 വർഷങ്ങൾ നമ്മുടെ ഈ 2 അധ്യാപികമാരും എത്രയോ കുട്ടികളുടെ കണ്ണീരൊഴുപ്പിയിട്ടുണ്ട്, എത്രയോ വീടുകളിലെ കണ്ണീരൊപ്പിയിട്ടുണ്ട്, എത്രയോ പേരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൃതജ്ഞതയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ആഘോഷങ്ങൾ. എനിക്ക് സിസ്റ്റർ പ്രീതയെ നന്നായി അറിയാം. വളരെ മഠത്തിൽ വരുന്നതിന് മുൻപ് എനിക്ക് സിസ്റ്റർ പ്രീതയെ പരിചയമുണ്ട്. ഞങ്ങൾ 2 പേരും പഠിച്ചത് ഒരേ സ്കൂളിലാണ്. പ്ലാന്റേഷൻ സ്കൂളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയാണ് ഞങ്ങൾ 2 പേരും പഠിച്ചത്. മഠത്തിൽ വന്നപ്പോൾ ആ പരിചയം കൂടി. സിസ്റ്റർ പ്രീതയെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഒരു ഗൗരവ പ്രകൃതിയാണ്, പക്ഷെ വളരെ നിഷ്കളങ്കയാണ്. എപ്പോഴും ഒരു ചിരിയുണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് എല്ലാവരോടും തളരാത്ത ഒരു വ്യക്തിത്വം. ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നൊരു ഉറച്ച വിശ്വാസമാണ് ബിന്ദു ടീച്ചറിനെ തലയുയർത്തി നിർത്താൻ, എല്ലാ പ്രതിസന്ധികൾക്കും മേലെ നിൽക്കാൻ ബിന്ദു ടീച്ചറിനെ പ്രചോദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ടീച്ചർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ സ്കൂളിന് വേണ്ടി, ഞങ്ങളുടെ ദേവാലയത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, 32 വർഷത്തെ തലമുറകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും നന്ദിയോടെ ഓർത്ത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം കൃതജ്ഞതയർപ്പിക്കുന്നു. ആശംസകളുടെ സൗഗന്ധികങ്ങൾ ഒരുപാട് നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സുമാരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. ഈ നിമിഷത്തില് ഇവിടെ വന്ന് നിൽക്കാനായിട്ടും ഒരു വാക്ക് പറയാനായിട്ടും അവസരം കിട്ടിയതിന് നന്ദി പറയുകയാണ്. എനിക്കിന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ 2 ടീച്ചർമാരെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ അത്ര വലിയ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ല, അത്യാവശ്യം വൃത്തികേടൊക്കെ. അവിടെ ടീച്ചർമാരൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്, അവർക്ക് അറിയാം എന്നെ.
അത്ര നല്ല സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം ഈ ക്ലാസ്സിലായിരുന്നപ്പോൾ 4ാം ക്ലാസ്സിലൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കൂടെയുള്ളൊരു കൂട്ടുകാരനെ എൻ്റെ ക്ലാസ്സിൽ കസേര ഒരു പ്ലാസ്റ്റിക് കസേരയാണ്. ഞാൻ തള്ളിയിട്ടിട്ട് അവൻ്റെ കസേരയുടെ കാല കുടിഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, ഇടിയിട്ട് മറിച്ചതാണ്. അപ്പോഴാണ് പ്രിയ സിസ്റ്റർ കയറി വന്നത്. അപ്പം അതിന് ഭയങ്കര ഭയമായി. ടീച്ചർ എന്തെങ്കിലും ചീത്ത പറയും, ഇപ്പോൾ ഒന്നും കിട്ടും. പക്ഷെ പൊതുവേ പ്രിയ സിസ്റ്റർ അങ്ങനെ തല്ലുന്നൊരു സിസ്റ്റർ അല്ല. പക്ഷെ സിസ്റ്റർ വന്നപ്പോൾ ഒരു വാക്കുപോലും എന്നോട് മിണ്ടാതെ പോയതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ സിസ്റ്റർ നടത്തിയൊരു കറക്ഷൻ. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത് ഇങ്ങനെ ആരെങ്കിലും ചീത്ത പറയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് നമ്മൾ ഒത്തിരിയേറെ തിരിഞ്ഞിട്ടുണ്ട്. സിസ്റ്ററിനെ അത് ഞങ്ങളോട് ഓർക്കുകയാണ്. അതുപോലെ ബിന്ദു ടീച്ചറാണെങ്കിൽ എനിക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ ഒരു വടിയുണ്ട്, ടീച്ചറിൻ്റെ അത്യാവശ്യമൊക്കെ തന്നെ ഞാൻ കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുക. ആ ഒരു ഭയമൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നീടൊക്കെ മുന്നോട്ട് പോയപ്പോൾ ബിന്ദു ടീച്ചറിനെ അത്ര ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പ്രിയ സിസ്റ്ററിനെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ നമുക്കറിയാം, നമുക്ക് ടീച്ചർമാരെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മൾ ചെറുപ്പത്തിലേക്ക് ആയിരിക്കുമ്പോൾ ചെറിയ കള്ളത്തരങ്ങളെയൊക്കെ പെട്ടെന്ന് ഒളിപ്പിക്കുന്ന ഒരിടമാണ്. ടീച്ചർമാരുടെ മുഖത്ത് പോയി നിന്ന് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു സത്യസന്ധരായിട്ട് മാറും. നമ്മുടെ ഉള്ളിലെ നന്മ അറിയാതെ വരും, അറിയാതെ നമ്മൾ വിനയരാകും. ചില ടീച്ചർമാരുടെ ഫ്രണ്ടിലൊക്കെ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ അറിയാതെ നമ്മളൊരു ബെസ്റ്റ് സ്റ്റുഡൻ്റാന്നുള്ള രീതിയിൽ നല്ല രീതിയിലൊക്കെ നടക്കാൻ ശ്രമിക്കും. ഞാൻ പ്രിൻസിസ്റ്ററിനൊക്കെ ഇടയ്ക്ക് വഴിയിലൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ ടീച്ചർമാരെ എനിക്ക് ആശംസകളപ്പുറം നന്ദിയാണ് പറയാനുള്ളത്. നേരത്തെ പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ചു അവിടെ പ്രസംഗം കേട്ടില്ലായിരുന്നു. എങ്കിൽ പോലും ജീവിതത്തിൽ ഇന്നോട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ സെൻറ് മേരീസ് സ്കൂളിൻ്റെ പങ്ക് വലുതാണ്. അവിടെ വളർത്തിയ ടീച്ചർമാരുടെ എല്ലാം, അവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചർമാരും ഉൾപ്പെടുത്തി തന്നെ പറയുന്നത്. എല്ലാ ടീച്ചർമാരും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് പഠിപ്പിച്ച സബ്ജക്റ്റ് പോലെയൊക്കെ മറന്നു വരുന്നുണ്ടാവും. പക്ഷെ അവർ തന്ന മൂല്യങ്ങൾ അത് ജീവിതത്തിൽ എന്നും ഉണ്ടാവും. അത് ഒരുപാട് ഗുണം ചെയ്തതാണ്. എൻ്റെ ഇടവകയിൽ ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുന്നുള്ള രീതിയിൽ ചേക്കരേച്ചോട് ചോദിച്ചു. അപ്പോൾ അവൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവൾ പഠിച്ചു പോയ വഴികളാണ് അവൾ എഴുതി തന്നെ. ഞാൻ ആദ്യം വിചാരിച്ച സാധാരണ ഡോക്ടറാകാൻ പോകുന്ന നമ്മളോട് ചോദിച്ചാൽ അവൾ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് എൻട്രൻസ് പോയി, ഇന്ന സ്ഥലത്ത് അങ്ങനെയാണ് പോയി. പക്ഷെ ഇവിടെ ആദ്യമേ എഴുതിയത് ഞാൻ പഠിച്ച സെൻറ് മേരീസ് സ്കൂളിൽ നിന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചത് കളിയാക്കിയതാണെന്ന് വിചാരിച്ചത്. സെൻറ് മേരീസ് സ്കൂള്, അതിൻ്റെ അടുത്ത സ്കൂൾ, ഇങ്ങനെ എല്ലാ സ്കൂളും തുടക്കം മുതലേ ഞാനപ്പോൾ അവളോട് തിരിച്ചു ചോദിച്ചു, ഞാൻ കളിയാക്കിയതാണോ ഈ ചെറിയ സ്കൂൾ മുതൽ? അപ്പോൾ അവൾ പറഞ്ഞു കളിയാക്കിയതല്ല, ഇതാണ് എൻ്റെ അടിസ്ഥാനം. ഓരോ കാര്യങ്ങളും ചെറിയ വിഷമങ്ങളാണെങ്കിലും ഒപ്പം പറയാനും കൂടെ ഉണ്ടാവാനും സ്നേഹത്തോടെ ഒപ്പം കൂടെ കൂട്ടി ഇവരെക്കാൾ ഏകദേശം ഒരു 30 വർഷത്തോളം ചെറുതാണ്. ഇവരുടെ മകനായിട്ട് തന്നെ ഇത്രയും നാള് ഒപ്പം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരെ ഒപ്പം കൂട്ടി സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ഒരു മകന്റെ രീതിയിൽ പറഞ്ഞു തന്ന് ഓരോ ചെറിയ അവിടെ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, പുതിയ ജനറേഷൻ ടീച്ചർമാർക്ക് കുറേ നല്ല നല്ല ആശയങ്ങൾ ഇനി ഭാവിയിലേക്ക് നടത്തി തരേണ്ട കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങളെ മുന്നിലേക്ക് നയിച്ചതാണെന്ന് ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസ.
ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ. ഒരുപാടു നന്മകളേകി അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെന്നും അനുഗ്രഹപ്പൂമഴ കാണും. നന്ദി തന്നറുമലരേകാം പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. നന്ദി തന്നറുമലരേകാം പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. സസരി സരി സരി പമരി സരി സസരി സരി സരി രി മമ 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 പാപ രി പമരി സരി സരി സ. എങ്കിൽ പോലും ആ നടന്നു നീങ്ങിയ നല്ല നാളുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് ഈ റിട്ടയർമെന്റിന്റെ ഈ അവസരത്തിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് റിട്ടയർമെന്റ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കാരണം ഇതിനെ ഒരു പുഴയിലൂടെ ശാന്തമായി ഒഴുകുന്ന നീങ്ങുന്ന ഒരു വഞ്ചി, അതിൽ നിറയെ തിങ്ങി നിറഞ്ഞ സാധനങ്ങളുണ്ട്. പക്ഷേ ആ ഓളങ്ങൾക്കൊപ്പം ആ വഞ്ചി ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷേ പ്രതികൂലമായ ഒരു കാലാവസ്ഥയോ ഒരു കാറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുടുംബജീവിതത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വരുമ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ആടി ഉലയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ വഞ്ചി ശാന്തമായിട്ട് വീണ്ടും ഒഴുകുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും, ഓ ഇതൊക്കെ മതി, ഇന്ന് വല്ല വോളണ്ടിയറി ഒക്കെ എടുത്ത് വീട്ടിലിരിക്കാം, ഇത് മതി, ഇത് ഇനിയുള്ള കാലം സമയം ചിലവഴിക്കാം. പ്രിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ. എനിക്ക് തോന്നുന്നു CMC സഭയുടെ പ്രൊവിൻഷ്യാലിറ്റി ആയിട്ട് മാറുമ്പോൾ പ്രധാനമായ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു റോൾ ഒരു അധ്യാപികയ്ക്കുണ്ട്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ പഠിപ്പിച്ച അധ്യാപകരെ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഭവം അല്ലെങ്കിൽ ഈ കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് ഏറ്റു പറയാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അസൂയുണ്ടാവാത്ത രണ്ട് കൂട്ടരാണ് ഉള്ളത്. ഒന്ന് അധ്യാപകരും ഒന്ന് മാതാപിതാക്കളും. ബാക്കി എല്ലാവർക്കും കൂടുതൽ പഠിക്കുന്നവരായാലും എല്ലാവരും ഈ കുട്ടിയുടെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നപ്പോൾ മുതൽ കേട്ടു ഈ അധ്യാപകര് എത്ര സ്വാധീനമാണ് തൻ്റെ മക്കളിൽ ഉണ്ടാക്കിയത് എന്ന്. ബിന്ദു ടീച്ചറിനെ എനിക്ക് ഒത്തിരി പരിചയമില്ല, എങ്കിലും ഇവിടെ വന്ന സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ടു കാണുകയും എന്ത് വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവഭക്തിയുള്ള നല്ല വ്യക്തിയുടെ ഉടമയാണ്, വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന്. ബിന്ദു ടീച്ചറെ ഇനിയുള്ള ജീവിതത്തിലും ഒത്തിരി നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ഭവനത്തിലുള്ള എല്ലാവരും വലിയ സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കറിയാം ബിന്ദു ടീച്ചർ ആ കുടുംബത്തിന്റെ ഒരു ഐക്യത്തിന്റെ കണ്ണിയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ബിന്ദു ടീച്ചർ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. ഞാനിവിടെ എന്താ നിൽക്കുന്നത് എന്ന് വെച്ചാൽ
പ്രീത സിസ്റ്റർ ഞങ്ങളുടെ ബാച്ചിലെ ഒരംഗമാണ്. ബാച്ചിലുള്ള മറ്റുള്ള എല്ലാ സിസ്റ്റേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം പ്രീതയുടെ സെൻഡ് ഓഫ് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രീത TTC പഠിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ മാനേജ്മെന്റിലുള്ള വിദ്യാലയങ്ങളിലല്ലാതെ വേറൊരു മാനേജ്മെന്റിലേക്ക് കടന്നു ചെന്നപ്പോൾ പോയി വർഷങ്ങൾ പഠിപ്പിച്ചു. അവിടെ നിന്ന് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് വരാനൊരു സാധ്യതയില്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഞങ്ങളൊന്നും ഓർക്കാറില്ല, അല്ലെങ്കിൽ കൂടെ ഇങ്ങനെ വരാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഒരു ഇതിലാണ് നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ ദൈവനിശ്ചയം എന്ന് മാത്രമേ ഇത് പറയാനുള്ളൂ. ഇങ്ങനെയൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. ഇവിടെ പഠിച്ച എല്ലാ ടീച്ചേഴ്സിനെയും ഒന്നിച്ചു കൂട്ടണം, എല്ലാവർക്കും കണ്ടുമുട്ടാൻ ഒരു അവസരം ഉണ്ടാക്കണം എന്ന് മാത്രമേ ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ആ ആഗ്രഹം ഇപ്പോൾ ഇവിടെ വരെ എത്തി. അപ്പൊ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ നല്ല നിമിഷങ്ങൾ. ഞങ്ങളെ ഇത്രയും നാൾ, ഈ 32 വർഷം ഞങ്ങളെ ഉള്ളം കയ്യിൽ കാത്തു സംരക്ഷിച്ച നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ബലിയും വിരുന്നൊക്കെ ഞങ്ങൾ ഒരുക്കിയത്. അപ്പൊ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാര്, വൈസ് ചെയർമാൻ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റെല്ലാവരും, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള്, സഹപ്രവർത്തകര്, എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളെ അനുസ്മരിക്കുവാനും ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകുവാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളെ അനുസ്മരിക്കുവാനും ഏവർക്കും നന്ദി അർപ്പിക്കുവാനുമായി ബിന്ദു ടീച്ചറിന് കൈമാറുന്നു. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, വൈസ് ചെയർമാൻ, ട്രസ്റ്റീസ്, PTA ഭാരവാഹികൾ, മറ്റു ബന്ധുമിത്രങ്ങൾ, ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും താങ്ങായി തണലായി ഈ നിമിഷം വരെ വഴി നടത്തിയ, ഇങ്ങനെയൊരു ഒത്തുചേരലിന് അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ മുൻ മാനേജേഴ്സ്, HM സിസ്റ്റർ ജമ്മ, ത്രേസ്യാമ്മ ടീച്ചർ, കിലോ ചേച്ചി എന്നിവരെയും പ്രാർത്ഥനയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇപ്പോഴത്തെ മാനേജർ ഡോക്ടർ ആൻഡോ ചാലശ്ശേരി അച്ഛൻ ശരിയായ ദിശാബോധവും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി ഒരു പിതൃവാത്സല്യത്തോടെ നയിക്കുന്ന അച്ഛൻ, ഇന്നേ ദിവസം ഈ ചടങ്ങിൻ്റെ ആദ്യം മുതൽ വളരെ സജീവമായി എല്ലാ കാര്യത്തിലും പ്രവർത്തിച്ചു വരുന്ന അച്ഛനുണ്ട്, കൊച്ചച്ഛനുണ്ട്. ഒപ്പത്തിനൊപ്പം ഈ അവസരത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുൻ മാനേജർ ചുണ്ടിയച്ഛൻ, അച്ഛൻ ഒത്തിരി തിരക്കുകൾ ഉണ്ടായിട്ടും സെക്കൻഡ് സാറ്റർഡേ ആണ് ബ്ലോക്കുകൾ തരണം ചെയ്താണ് ഇന്ന് കൃതജ്ഞത ബലി അർപ്പിക്കുവാൻ മുഖ്യ കാർമ്മികത്വത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ വിദ്യാലയത്തിന് മുഖച്ഛായ മാറ്റുവാൻ അധ്യാപകരായ ഞങ്ങളുടെ സേവന പാതയിൽ വഴികാട്ടിയായിരുന്ന മുൻ മാനേജർ റവർ ഫാദർ ജോസ് നാൽക്കാട് വ്യക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയും സ്നേഹവും ഇനിയും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യാചിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ നിമിഷം ധന്യമാക്കിയ അച്ഛന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഓടിയെത്തിയ പ്രിയപ്പെട്ട അച്ഛൻ കുഞ്ഞുങ്ങളുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. ഒത്തിരി സ്നേഹം. നമ്മൾ പഠിപ്പിച്ച മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു അധ്യാപികയും അനുഭവിക്കുന്ന സംതൃപ്തിയും അഭിമാനവും ഞങ്ങളും ഈ അവസരത്തിൽ അനുഭവിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാ ടീച്ചേഴ്സിനും തന്നെ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ മക്കൾക്കും ഞങ്ങൾക്ക് വേണ്ടി നല്ല വാക്കുകൾ, സ്നേഹനിർഭരമായ വാക്കുകൾ സംസാരിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നമ്മുടെ കൊച്ചച്ഛനുമുണ്ട്, നമ്മുടെ കൊച്ചച്ഛനും ഉണ്ടായിരുന്നു. അവരുടെ ആശംസകൾക്കും നന്ദി അർപ്പിക്കുന്നു. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നമ്മുടെ വിദ്യാലയം, ഈ വിദ്യാലയ ചരിത്രത്തിൽ സിസ്റ്റേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. കൃത്യമായ അറിവില്ല എങ്കിലും ഏകദേശം 60 വർഷക്കാലം CMC സിസ്റ്റേഴ്സ് ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായിരുന്നു. 5 വർഷക്കാലം മുമ്പ് വരെ അവരായിരുന്നു HM പോസ്റ്റിലുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവ്. ഈ അവസരങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പ്രൊവിൻഷ്യാളമ്മേനെ ചെന്ന് കാണും അടുത്ത ഒരു സിസ്റ്ററിന് വേണ്ടിയിട്ട്.
അത് പോകുന്നത് നമ്മുടെ സീനിയേഴ്സ് ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. ആലീസ് ടീച്ചർ, ത്രേസ്യാം ടീച്ചർ, ഇവരാണ് പോകുന്നത്. ബേബി ടീച്ചർ, ഋഷിയാളമ്മമാരാണ് ഉണ്ടായിരുന്നത്. നല്ല അവരുടെ ഒരു സ്വീകരണം എത്ര പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് ഒരു വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ നേഴ്സറി ഈ അവസരത്തിൽ ഇന്നത്തെ ഈ ചടങ്ങ് നടന്നു വന്നു പറഞ്ഞു 13 ആണ്. 24 നിബിളാണ്. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. കൗൺസിലർ സിസ്റ്റേഴ്സിനും പ്രൊവിൻഷ്യാലമ്മയുടെ വൈദ്യച്ഛനെയും കൊച്ചച്ഛനെയും ഈ നിമിഷത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ വന്നെത്തിയ എല്ലാ വൈദികരെയും വളരെ പ്രത്യേകിച്ച് ആത്മാടനച്ഛനെയും നന്ദിയോടെ ഓർക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് ബാച്ചുകാർക്കും നന്ദി പറയുന്നു. റിട്ടയർ ചെയ്ത് ഈ വിദ്യാലയത്തിൽ നിന്നും പോയി ഇന്ന് ഈ സദസ്സിലേക്ക് കടന്നു വന്ന എല്ലാ അധ്യാപകരെയും, ഇപ്പോൾ വിദ്യ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു. പാദങ്ങളോടെ ജീവിത വീഥികൾ നീങ്ങാം.
കൂട്ടിനായി ദൈവമുണ്ടല്ലോ, കരമേകും കാരുണ്യമോടെ നന്ദി തന്നറുമലരേക പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. നന്ദി തന്നറുമലരേക പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. സസരി സരി സരി പമരി സനി സസരി സരി സരി രി മമ 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 പാപ രി പമരി സരി സരി സ. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നീരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നീരാം ആശംസകൾ. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കുലയ്ക്കണതാര്? അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തി കുത്തൊടുമാറാ. തൂവെളിച്ചം ചാറി വീണ് മാമല ഞാനൊന്ന് കണ്ടേ. ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവായി. പകലിലെ വഴികളിൽ വെയിലു പോലണയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. ഗമപപ്പ 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 മമദത്ത സക്കിദരിദപ്പ ഗമപപ്പ ഗമപപ്പ സപ്പ ഗമപപ്പ മമദത്ത പരമഗരി മഗരി ദരിദ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനേ തെറ്റിപ്പിണങ്ങാതെ രവക്കുഴല് തന്തനത്തനം പാടി വാ.
ആ പടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ടിയ പട കേറി വാ. അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയ പോവുമേ ഹര ഹരോ ഹരാ. വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ. തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. സട്ടക്ക് പട്ടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ടിയ പട കേറി വാ. കരിമേഘക്കെട്ടഴിഞ്ഞൊരാകാശക്കാവിലിന്ന് കനൽ മിന്നൽ കാൽച്ചിലമ്പ് ചിതറും താളം. അകിലരിയും പുക ചിന്തും മണിമുറ്റത്തമ്മാനം കളിയാടും കാവടിതൻ കുംഭമേളം. തൈപ്പൂയം വന്നില്ലേ വാദ്യാരേ വരൂ ജിനക്ക് ജിനക്ക് അമ്മാടിയേ എടുപ്പൂ കാവടി ചൊല്ലു മച്ചാ മച്ചാ ഹര ഹരോ ഹര. വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ. തക്കില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. പടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ടിയ പട കേറി വാ. കുലവാഴക്കൂമ്പിനൊത്ത കുളിരേറും നെയ്യുലച്ചു മൊളി കണ്ണാലം പെയ്തും നീക്കണ പെണ്ണെ. നിന്നോമൽ കയ്യുകളം നാൽപ്പാമരവള്ളികളിൽ വിളയാടാൻ നിന്നരികിൽ ഞാൻ പോരില്ല. തൈപ്പൂയം വന്നില്ലേ വാദ്യാരേ വരൂ ജിനക്ക് ജിനക്ക് അമ്മാടിയേ എടുപ്പൂ കാവടി ചൊല്ലും മച്ചാ മച്ചാ ഹര ഹരോ ഹര. വാവാ വേലവനേ വള്ളി നായകനേ വാവാ വേലവനേ വള്ളി നായകനേ. അകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. പടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ടിയ പട കേറി വാ. അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ
എന്റെ കണ്ണീർ കണം തൂവാല പോൽവാനിന്നു നീ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതൻ അധര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതൻ അധര കാന്തിയോ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയമൃദുല തന്ത്രിയേന്തി ദേവാമൃതം. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതൻ അധര കാന്തിയോ. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി, രതിനദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി, രതിനദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. നീറുമെൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി. നീറുമെൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി. പുളകമുകുളമേന്തിരാഗ വൃന്ദാവനം. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതൻ അധര കാന്തിയോ. ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതൻ അധര കാന്തിയോ.
Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ஆசையா வந்தாயப்பா தங்கத்தில் தாத்த சுக்கோயப்பா கொஞ்சம் தயங்காதப்பா கொஞ்சம் அடங்க வேணாம்பா ரொம்ப மயங்காதப்பா தப்பாப்பா தப்பாப்பா கொஞ்சம் பாட்டு கவலா கொஞ்சம் டான்ஸ் கவலா ரெண்டும் உனக்காகவே கவலா கவலா நூ கவலையா நூ கவலி ரா 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 நூ கவலையா நூ கவலி
ನಿಂತ್ಕೊಂಡಿಲ್ಲ, ಓನ್ಲಿ ಸ್ಟ್ಯಾಂಡಿಂಗ್. ಒತ್ತರಣ್ಣ ಕೊಡಕ ಒತ್ತರಣ. ആശംസഗാനം പാടാ, ആമോദരാഗം മൂളാ. ആശംസഗാനം പാടാ, ആമോദരാഗം മൂളാ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ